ഓപ്പൺ എഐക്ക് 9,740 കോടി ഡോളർ വില പറഞ്ഞു ഇലോൺ മസ്ക്. വേണ്ട നന്ദി, വേണമെങ്കിൽ അതേ പണത്തിന് എക്സ് വാങ്ങാമെന്ന് ഓൾട്ട്മാൻ. അമേരിക്കയിലെ രണ്ട് ടെക് ഭീമന്മാർ ഏറ്റുമുട്ടുമ്പോൾ ആരാണ് ജയിക്കുക? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷങ്ങളിൽ ലോകമെങ്ങും തരംഗം സൃഷ്ടിച്ച ChatGPTയുടെ മാതൃകമ്പനിയാണ് ഓപ്പൺ എഐ. ഓപ്പൺ എഐയുടെ CEO ആണ് സാം ആൾട്ട്മാൻ. ടെസ്ലയുടെ മേധാവിയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് പഴയ ട്വിറ്ററിൻ്റെ പുതിയ രൂപമായ എക്സിൻ്റെ മുതലാളി കൂടിയാണ്. ഇലോൺ മസ്ക് എക്സ് ഉപയോഗിച്ച് AI മേഖലയിലേക്ക് കടക്കാൻ പ്ലാനിട്ടിരുന്നു. XAI എന്ന പദ്ധതി ഇതിനകം ആരംഭിച്ചിട്ടുമുണ്ട്. പക്ഷേ വേണ്ട വിധം ക്ലച്ച് പിടിച്ചിട്ടില്ല. അമേരിക്കയിൽ ട്രംപ് സർക്കാരിൻ്റെ ഭാഗമാണിപ്പോൾ മസ്ക്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ തലവനായാണ് മസ്ക് പ്രവർത്തിക്കുന്നത്. ടെക് ലോകത്തെ നിയന്ത്രിക്കുന്ന ഈ രണ്ടു പേരും തമ്മിൽ ഏറ്റുമുട്ടുകയാണിപ്പോൾ. ChatGPT വികസിപ്പിച്ച ഓപ്പൺ എഐ എന്ന സംരംഭത്തിൻ്റെ ഭാഗമായിരുന്നു നേരത്തെ ഇലോൺ മസ്ക്. പിന്നീട് അദ്ദേഹം 2018 ഓപ്പൺ എഐയോട് തെറ്റിപ്പിരിഞ്ഞു, ടെസ്ലയിൽ കേന്ദ്രീകരിച്ചു. പക്ഷേ അതിനുശേഷം ഓപ്പൺ എഐ ChatGPT വികസിപ്പിച്ചു. ടെക് രംഗത്ത് ChatGPT ഉണ്ടാക്കിയ വിപ്ലവം ചെറുതൊന്നുമായിരുന്നില്ല. ലോകം മുഴുവൻ ChatGPTക്ക് പിന്നാലെ പോയപ്പോൾ മുൻനിര ടെക് കമ്പനികളെല്ലാം അവരുടെ മുൻഗണനാ ക്രമം തന്നെ മാറ്റിക്കളഞ്ഞു. മൈക്രോസോഫ്റ്റ് ChatGPTക്ക് സഹായം നൽകാൻ തീരുമാനിച്ചു. 1000 കോടി ഡോളറാണ് ഓപ്പൺ എഐയിൽ മൈക്രോസോഫ്റ്റ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഓൺലൈൻ ലോകത്തെ അതിജയിക്കാനാകാത്ത ഒന്നാം സ്ഥാനക്കാർ എന്ന സ്ഥാനം നഷ്ടമാകുമോ എന്ന ഭയത്തിലായി ഗൂഗിൾ പോലും. പ്രമുഖ കമ്പനിയായ ആപ്പിൾ സ്വന്തമായി AI വികസിപ്പിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഒടുവിൽ ഓപ്പൺ എഐയുമായി സഹകരിച്ചാണ് ആപ്പിൾ ഇൻ്റലിജൻസ് യാഥാർത്ഥ്യമാക്കിയത്. ഓപ്പൺ എഐ ഇങ്ങനെ കുതിപ്പ് തുടർന്നപ്പോൾ കമ്പനിയെ വെടക്കാക്കി തനിക്കാക്കാനായിരുന്നു ഇലോൺ മസ്കിൻ്റെ ആദ്യത്തെ പ്ലാൻ. ഓപ്പൺ എഐ അടക്കമുള്ള AI സംവിധാനങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ കടുത്ത ഭീഷണിയാകുമെന്ന വാദമുയർത്തി ഇലോൺ മസ്ക് രംഗത്തു വരികയായിരുന്നു. AI വികസിപ്പിക്കുന്നത് 6 മാസത്തേക്കെങ്കിലും നിർത്തിവെക്കണം എന്നാണ് മസ്കിൻ്റെ നേതൃത്വത്തിൽ 1000-ലധികം പേർ ഒപ്പിട്ട തുറന്ന കത്ത് അന്ന് ആവശ്യപ്പെട്ടത്. ഇനിയും വികസിക്കുന്ന AI എന്തുതരം ഭീഷണിയാണ് മനുഷ്യർക്ക് ഉയർത്തുന്നത് എന്ന് പഠിക്കാനും വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാനും സാവകാശം വേണം എന്നായിരുന്നു കത്തിൽ പറഞ്ഞിരുന്നത്. ഫ്യൂച്ചർ ഓഫ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാനറിലായിരുന്നു നീക്കം. ടെക്നോളജി തത്വചിന്തകൻ യുവാൻ ഹരാരിയെ പോലും ഇതിൽ അണിനിരത്താൻ മസ്കിന് കഴിഞ്ഞു. പക്ഷേ ആരും അത് കാര്യമായി എടുത്തില്ല. ഓപ്പൺ എഐ പിന്നെയും കുറേയേറെ മുന്നോട്ട് പോയി. അതിനെയും വെല്ലുന്ന രൂപത്തിൽ ഡീപ് സീക്ക് അടക്കമുള്ള ചൈനീസ് AI ചാറ്റ് ബോട്ടുകളും കളത്തിലിറങ്ങി. അതിനൊടുവിലാണിപ്പോൾ മസ്കിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൺസോർഷ്യം ഓപ്പൺ എഐ ഏറ്റെടുക്കാനായി 9,740 കോടി ഡോളർ വില പറഞ്ഞത്. നിലവിൽ ഓപ്പൺ എഐക്ക് ഏകദേശം $340 ബില്യൺ മൂല്യമുണ്ടായേക്കും. ഒരു 500 ബില്യൻ്റെ കൂടി പുതിയ പദ്ധതി ഓൾട്ട്മാൻ്റെ ലക്ഷ്യമാണ്. പക്ഷേ മസ്കിൻ്റെ ഈ ഓഫർ തള്ളിയിരിക്കുകയാണ് ഓപ്പൺ എഐയുടെ CEO ഓൾട്ട്മാൻ. എന്നു മാത്രമല്ല, അതേ വിലയ്ക്ക് വേണമെങ്കിൽ മസ്കിൻ്റെ എക്സ് താൻ ഏറ്റെടുക്കാമെന്ന് ഓൾട്ട്മാൻ തിരിച്ചടിക്കുകയും കൂടി ചെയ്തിരിക്കുന്നു. ഓപ്പൺ എഐ കിട്ടിയില്ലെങ്കിലും മസ്കിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിൽ വേറെ ചില അജണ്ടകളുണ്ട് എന്ന് ചിലർ കരുതുന്നു. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ ആരംഭിച്ച കമ്പനിയാണ് ഓപ്പൺ എഐ. അത് മാറ്റാനുള്ള ശ്രമം ഓപ്പൺ എഐ നടത്തുന്നു. ഇതിനെതിരെ മസ്ക് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. താനടക്കം നല്ല ഉദ്ദേശത്തിൽ തുടങ്ങിയ കമ്പനിയുടെ പുതിയ നീക്കം വഞ്ചനയാണ് എന്നാണ് മസ്ക് കേസിൻ്റെ ഭാഗമായി ആരോപിക്കുന്നത്. ലാഭേച്ഛയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാക്കി ഓപ്പൺ എഐയെ മാറ്റാൻ ഗവൺമെൻറ്റിന് മുമ്പിൽ ഒരു അപേക്ഷ ഓപ്പൺ എഐ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് അംഗീകരിക്കാതിരിക്കാനുള്ള മസ്കിൻ്റെ നീക്കമാണ് ഏറ്റെടുക്കൽ നാടകമെന്ന് ചില കേന്ദ്രങ്ങൾ കരുതുന്നു. മൈക്രോസോഫ്റ്റ് അടക്കമുള്ള വൻകിട കമ്പനികൾ ഓപ്പൺ എഐയിൽ നിക്ഷേപമിറക്കി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. മസ്ക് ഏറ്റെടുക്കുന്നു എന്ന പ്രതീതി വന്നാൽ ഈ നിക്ഷേപകരെല്ലാം പിൻവലിഞ്ഞേക്കാം. അങ്ങനെ പുറത്തുനിന്നുള്ള നിക്ഷേപത്തെ തടയാനുള്ള നീക്കമായും മസ്കിൻ്റെ ഈ നീക്കത്തെ വിലയിരുത്തുന്നവരുണ്ട്. ഏതായിരുന്നാലും AI യുദ്ധം ഓരോ ആഴ്ചയും പുതിയ തലങ്ങളിൽ വികസിക്കുകയാണ്. മനുഷ്യർ, നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി കൂടി നിർണ്ണയിക്കുന്നതാണ് ഈ യുദ്ധങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം.